അത് വേണ്ട, മുന്നോട്ട് കയറിയായിരുന്നേ. വലിച്ചു പിടിക്കടാ. മോർണിംഗ് വാക്കിൽ നക്സൽ പ്രഭാകരനോടാ കളി. ബാങ്കിന്റെ നടപടികളാണ് ചേട്ടാ, ഞങ്ങളോട് സഹകരിക്കണം. ചരണ്ടി അല്ലെങ്കിൽ മാറ്റിട്ടോ മാസ്റ്റർ ജി. കുറച്ച് കരളാ.
ഞാനേ ഇറച്ചിയുടെ വർക്കിച്ചിന്റെ ഇടയിലേ ഉള്ളൂ. ഇറച്ചിയാ റാന്നി വേണ്ടി വരെ കരളം വാങ്ങാൻ വേണ്ടിട്ടല്ല. ഇവിടെ വർക്ക് കുറച്ച് വചനിട്ടാ അങ്ങോട്ട് മാറില്ല. കുറച്ച് എന്നോട് ഇടാവോ? കപ്പയ്ക്ക് കപ്പയ്ക്ക് നീ എന്നെ കാണിക്കോ? ചെത്തുവാണ് ചേരണ്ടോണം ഇറക്കി ഞാൻ അവിടെ ഒന്ന് മാറിക്കട. കുറവ് തന്നെയാണ് അച്ചു. കുറവൊന്നുമില്ല അല്ലേ? എന്താ അപ്പുറത്തേക്ക് വെച്ചോളൂ. സുഭദ്രേ, തേങ്ങാപ്പാല് ചേർത്ത് അങ്ങോട്ട് വെച്ചോളൂ. എന്നാ ചെണ്ട കുഴയോ? ചെണ്ടയാടി. ഒരു കൂപ്പിലോങ്ങളെയും ഞങ്ങള് മീനൊക്കെ തിന്നും. ഓ, ഇച്ചിരി പൊടി മീന. ഞാൻ നിന്നിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. പോണ പൊട്ടി ചേൻ അറിഞ്ഞ കഴുത്ത് കണ്ടിക്കും. ടോർച്ച് എവിടെയെങ്കിലും തട്ടിത്തടിഞ്ഞു വീഴണ്ട. ഇതൊന്ന് പിടിയടാ. തോമസ് ചേട്ടൻ വിളിച്ചായിരുന്നു. വെറ്റോണ്ട ബാറിലേക്ക് കൊടുത്തോണ്ടോ? അവർക്ക് നേരത്തെ കറി വയ്ക്കാനുള്ളതാണ്. എടാ, ബാറിലേക്ക് കൊടുത്തു കൊടുക്കുന്നുമ്പേ ആ കുരിയച്ഛൻ്റെ വീട്ടിലോട്ട് ഒരു 7 കിലോ അധികം നെയ്യില്ലാതെ മുറുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ്റെ മോളുടെ ഉറപ്പീര് തന്നെ. നാട്ടുകാരെയൊന്നും വിളിക്കത്തില്ല, മാറി. എന്നാ കെട്ടാടാ കെട്ടിരിക്കുന്നത്? നീ എന്നാ നിന്റെ അമ്മായിമ്മക്ക് താലി കെട്ടി പഠിക്കണം. കാല് നാലും വലിച്ചു കൂട്ടിപ്പിടിയടാ. തല ചെറിയട്ടെ. വലിച്ചോ 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 പിടിച്ചോ. അങ്ങ് ചവിട്ടിപ്പിടിയടാ ബായി. പോത്താ പോത്താ കത്തിക്കുന്നത്.
ജീവിക്കട്ടെ. പ്രഭാകര വാലു പറഞ്ഞേ. ഞാനാ വർക്ക് ചെയ്യാ. വർക്ക് ചെയ്യായിരുന്നോ? എന്നാ പറ്റി? വന്നേ. പേടിക്കേണ്ട വർക്കിച്ച. പാലായെന്ന് പൂഞ്ഞാറുന്നൊക്കെ കുടിയേറിയവന്മാരാ. രായ്ക്ക് രാമാന അവന്മാരെ എന്നെ പിടിച്ചിട്ട് കശാപ്പ് ചെയ്യും. അല്ല വർക്കിച്ചന്റെ അപ്പം മത്തമാപ്പിള ഇതുപോലെ ഒരെണ്ണം കയറൊട്ടിച്ച് കാട്ടുകയറിയപ്പല്ലേ കിണറ്റിൽ വീണ്. വർക്കി അവനിത് വഴി പോയിട്ടുണ്ട്. എനിക്ക് മാത്രം ഞാനല്ല. നീ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച പൈസ വെച്ച് കൊടുത്താൽ ഒരു മിനിറ്റ് നേരം വൈകിരുന്നു. മാറി ചുണ്ണാമ്പ് തേച്ച പോലെ മുണ്ടും പോക്കി എങ്ങോട്ടാണ് രാവിലെ തന്നെ അവൻ പറഞ്ഞ മനുഷ്യനിവിടെ മാച്ചാത്തിക്കാട്ടൻ അവർപ്പുറം നടത്തോണ്ട് തീര് കാണാൻ പോക്ക എന്നാ കാട്ടിൽ കയറും. വാ നിക്കടാ. എല്ലാരും കൂടി എങ്ങോട്ടേക്കടാ? റോയി പരമു നിങ്ങളെ കയ്യിലെ പോടാ. കുറച്ചു പേര് ആന്റണി നിങ്ങൾ എന്റെ കൂടെ വാ. പ്രകൃതിയാണോ സണി? പ്രകൃതി. അപ്പച്ചോ എങ്ങോട്ടേക്കാ? പോത്ത് പിള്ളേരെ ഓട്ടയാണ്. ഓട്ട എവിടെ എവിടെയോ അവൻ ഈ വഴി പോയിണ്ടേതായാലും. അയ്യോ ആ തൊട്ടവാടി മുത്തങ്ങ പുല്ല് ഒന്ന് ചവിട്ടി പറിച്ച് കളയല്ലേ. അതൊക്കെ ഔഷധമാ. എന്നെ കാര്യം എന്നാ വർക്കിനടുത്ത് വെട്ടാവുന്ന പോത്ത് ചാടി പോയേക്കുവാണ്. അതിനെ ഓടിക്കുന്നതാണ് ഈ കാണുന്നത്. ആ പാവത്തിന് അതിന്റെ പാട്ടിനെങ്ങാനും വിട്ടേക്കുന്നേ. എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാ. അത് കാട്ടിലോ മേട്ടിലോ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. പിന്നെ മനുഷ്യവിടെ തുണിയില്ലാ കോണല്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാ. എന്നാ പുണ്യവാനടുത്ത് ഇങ്ങോട്ട് പോയി. ശങ്കു മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കൂ. അത് അന്തരീക്ഷത്തെ പോലും പങ്കിലമാക്കും. എന്നാ എടുത്ത് സമാനപ്പെടും. ഞാൻ സമാനം ഉണ്ടാക്കാം. പോളേട്ടാ മോശവാക്കുകൾ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അപ്പഴേ വിളിക്കണം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ എന്റെ വീട്ടിൽ പോകും. ഒരു വലിയ ഇൻസ്പെക്ടർ വീട്ടിലുള്ള നല്ല കക്കൂസ്. ഞാൻ പറയുന്നിട്ട് ഇവിടെ നിൽക്കുന്നത് നിന്നാ മതി. അല്ലെങ്കിൽ അപ്പനും മോളും ഒരാഴ്ചയല്ലോ അപ്പോഴേക്കും അപ്പനും കുഴപ്പം എനിക്കും കുഴപ്പം.
പിന്നെ എനിക്കെന്താ, ആരാണെങ്കിലും വേഗം പോയി തുറക്ക്. സാറേ, കാര്യം നല്ല മുഴുത്ത കിഴങ്ങൊക്കെ ആയിരുന്നു. പക്ഷെ ആ പോത്ത് കയറും പൊട്ടിച്ചു വന്ന് മുഴുവൻ നശിപ്പിച്ചു സാറേ. ലൈസൻസ് ഉള്ള വല്ല തോക്കും ഉണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലണം അതിനൊക്കെ. ആ അതെ, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. എനിക്ക് ശരി ശരി അച്ഛോ, കാട്ടുപന്നി ഇറങ്ങിയാ പോലെ ഇത്രയും കുത്തി പറിക്കരുത്. പറിക്കുമ്പോ നിങ്ങൾ വിട്ടാൻ പറ്റില്ല. വർഗീസേ, പോലീസ് സ്റ്റേഷനിൽ വിടാം. എന്നെ സമാധാനം പറയൂ. നട്ടിലാണ് രണ്ടര മാസം ആരാ എലി കൊല്ലാൻ നിൽക്കുന്നവരാ? ആരും ഇവിടെ ഇറങ്ങി വേണം ഇവിടെ. കഴിവൊന്നും വേണ്ട കേട്ടോ. എന്തായാലും പറ്റി കഴിഞ്ഞാ നമ്മൾ എത്രയാക്കാൻ പറയേണ്ടി വരും. നിന്റെ അപ്പനോടൊക്കെയാണോ പണിപ്പുറമ്പ്? ഞാൻ പറഞ്ഞേക്ക്. ഇവിടെ വരെ കാടായിരുന്നു, ചുമ്മാ കടുവാ വിടുന്ന കാട്. എന്റെ അപ്പം ഫോറസ്റ്റുകാരെ വേണ്ടി പള്ളിക്ക് മോനെ കൂട്ടിയതാ. പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ട് ഈ കാലിന്റെ കടയാണെന്ന് പൂട്ടിക്കും. വിളിച്ചില്ലാടാ പോലീസിനെ? ഇനി അവരുണ്ടാക്കട്ടെ. ഹലോ, അവിടെ പള്ളി വരെ അല്ല, ഇവിടെ പറഞ്ഞ കഴിയുമ്പോ ഞാൻ അവിടെ തിരിച്ചു വിളിക്കാന്നോ? ഇതിനൊന്നും വെടിവെച്ച് കളാനുള്ള വകുപ്പൊന്നും ഇല്ല എന്റെ സാറേ. ഇത് കണ്ടോ കൃഷികളെ നശിപ്പിച്ചേക്കുന്ന പള്ളിപ്പറമ്പിലെ? പൊന്നച്ചാ, വെടി വെക്കണമെങ്കിൽ കുറച്ച് വകുപ്പുകളുണ്ട്. തഹസിൽദാർ ഓർഡർ ഇടണം, മൃഗ ഡോക്ടർ വേണം, അങ്ങനെ വകുപ്പുകളുണ്ട്. അപ്പൊ ചുരുക്കം ഒരാഴ്ച പിടിക്കും. അപ്പൊ പിന്നെ പോത്തിന് ഞങ്ങൾ തന്നെ വിളിച്ചോളാം. ഞാൻ അങ്ങോട്ട് വിളിക്കാന്നില്ല പറഞ്ഞേ. ഒന്നാമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കണ്ട. അതെ, പോത്തിനൊക്കെ പിടിക്കുന്നോളാം. കാട്ടുപോത്താന്ന് പറഞ്ഞല്ലേ കളി മാറും. മനുഷ്യ ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പ്രിയപ്പെട്ട നാട്ടുകാരെ, അക്രമാസക്തനായ ഒരു പോത്ത് നമ്മുടെ നാടിന്റെ സമാധാനാന്തരീക്ഷത്തെ തകർത്തെറിഞ്ഞ് നാടാകെ വാഹനങ്ങൾ തകർക്കുന്നു. രാവിലെ തന്നെ പത്രവും പാലും മുടക്കിയിരിക്കുന്നു. കൊച്ചു മേടിക്കും. അത് മനസ്സിലായി. സ്ത്രീകളും കുട്ടികളും പുറത്തിറങ്ങാതെ സൂക്ഷിക്കുക. വൃദ്ധജനങ്ങൾ വെളിക്കിറങ്ങാനായി പൊളിക്കിറങ്ങാതിരിക്കുക. കപ്പക്കിടങ്ങുന്നതും ചാണകം വാരുന്നതും പിന്നെയാകാം. ഇപ്പോൾ ജീവൻ രക്ഷിക്കുക. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാത്ത അധികാരികൾക്കെതിരെ നീ അവളുടെ പുറകെ മണപ്പിച്ച് കിടന്നു കാണും. ഇപ്പൊ നാട്ടുകാർക്ക് കിടക്കാനും മേലാണ്ടായി. അവൾ എന്നതാ കെട്ടാച്ചേർക്കായി നിന്ന് പോയത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഡ്രിൽ മാസ്റ്ററിന്റെ കൂടെ ഡെങ്ക നല്ല മുറ്റ. അത് വിട്, അവൻ പറയണേലേ നിറന്തലയ്ക്ക് അടിക്കേണ്ടി വരും. ആ, ഇനിയിപ്പോ കുട്ടച്ചനെ വിളിക്കേണ്ടി വരുമോന്നാ. സ്ത്രീകളും കുട്ടികളും പുറത്തിറങ്ങാതെ സൂക്ഷിക്കുക. വൃദ്ധജനങ്ങൾ വെളിക്കിറങ്ങാനായി പറമ്പുകളിലേക്ക് പോകാതിരിക്കുക. എന്നാടി ഇവിടെ ഒരു വലിയ വെള്ളം കേട്ടെ? അതെ, നേരം എടുത്തപ്പോ തുടങ്ങി. കാലം വരച്ച് വെട്ടാൻ കൊടുന്ന പോത്തേ കയറും പൊട്ടിച്ചോണ്ട് ഓടിപ്പോയി. അവന്റെ പോത്തല്ലേ, ഓടിയില്ലെങ്കിലേ ഉള്ളൂ. നാരം കയറിയിട്ട് പെണ്ണും കേട്ടാ അത് ചെറ്റം പൊക്കി നടക്കുമല്ലേ അവന്റെ പണി. അവന്റെ പെങ്ങളും കൊള്ളാം. ഇറച്ചിക്കടയിൽ പട്ടി നടക്കണ പോലെ ആമ്പിള്ളേരെ മണത്തോണ്ട് നടക്കുക. പണ്ട് ഡ്രില്ല് സാറിന്റെ കൂടെ. പെണ്ണുങ്ങളെ അപ്പോഴാണ് കപ്പ ഒഴുകിയിരിക്കുന്നത്. വീട്ടിൽ കയറി പോടി. ഒന്ന് പോകാറുന്നവരെ. ചായ എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തില്ലേടി? എടുക്കുമല്ലേ? അത് ഞാൻ ഉണക്ക ഉണ്ടാക്കും. ആ അതാ പറഞ്ഞ ഒരിടങ്ങടി കാര്യം കൂടെ കൂടുതലുണ്ടോ? വെറുതെ കിട്ടിയ വിറക് വരെ നിരുന്ന കൂട്ടരാ. അതന്നെ കുരിയച്ച, ഈ കരക്കാരിയൊന്നും വിളിയൊന്നും ഇല്ലേ? എന്നിട്ട് വേണം എന്റെ കൊച്ചിന്റെ ഒത്തുകല്യാണം നാറാൻ. ഞാൻ ആദ്യം റബ്ബർ തൈ ആയിട്ട് വരുമ്പോ റബ്ബർ പാല് കുടിച്ചാ വിശപ്പ് പറഞ്ഞു ചോദിച്ചാൽ നാറുകളായി നാട്ടിലുള്ളത്. നീ അങ്ങോട്ട് വന്നെ അങ്ങോട്ട് വന്നിരിക്കും. കല്യാണം ഒന്നും ആയിക്കോട്ടെ, കരക്കാരെ കിരക്കാരെയൊക്കെ കൂട്ടിയിരുത്തി വിളമ്പി ഞാനങ്ങ് തീറ്റിച്ചോളാം.
ബ്രാൻഡ് രാവിലെ എത്തും. പിന്നെ കള്ളപ്പ് ഒരു 10 കൂട്ടി വെക്കാം. ഒരു 10 കൂട്ടി കഴിക്കും. പിന്നെ ഈ അപ്പം ചുടുമ്പോഴേ ഈ പുഴുക്കരിയും കൂടെ ചേർത്തരയ്ക്കുവാണെങ്കിൽ ഈ അപ്പത്തിന്റെ മുകളിൽ ഒരു കൊമള വരും. അങ്ങനെ ഈ അപ്പം മുരുമരാന്നിരിക്കും, നല്ല പശുപശാന്നിരിക്കുന്ന അപ്പം. എങ്ങനെയുണ്ട്? ആ ചായ ഒന്ന് എന്നാ ചായ കുടിക്കുക. എവിടെ വന്നടി അതിന്റെ മുകളിലോട്ട് നല്ല കൊഴുത്ത പോത്തിന്റെ ചാറ് അങ്ങനെ പെരണ്ട് കിടക്കണം. അങ്ങനെ നല്ല പെരണ്ട് നല്ല. നീ ആരോട് ഈ ഫോണിനകത്ത് സംസാരിച്ചിരിക്കുന്നത്? ഞാൻ കൂട്ടുകാരുടെ അടുത്ത്. ആരെ? ഏത് കൂട്ടുകാരൻ? ഒന്നിരുന്നിട്ട് പോയിക്കില്ല, ആൾക്കാർ വന്നിരിക്കുകയാണ് പണ്ട്. പിന്നെ ലൂക്കോച്ചാ, നീ ആ ഉണ്ടാക്കി വെച്ചേക്കണേ മീൻകറി ഇടയ്ക്കൊന്ന് പൊക്കി നോക്കിയേക്കണേ. അതിന്റെ എരിവും പുളിയും മണവും ഒക്കെ അത് തുറക്കുമ്പോ അറിയാം. ചക്ക ഇട്ട് അങ്ങനെ ഉണ്ടാക്കണ്ട. പുളിശ്ശേരി ഉണ്ടാക്കുമ്പോ നല്ല ചേമ്പിന്റെ വിത്തിട്ടങ്ങ് ഉണ്ടാക്കണം. എന്നിട്ട് ആ പുളിശ്ശേരിക്ക് എന്നാ ചേമ്പ് വിത്തെടുത്തിട്ട് ഈമ്പിയ കൂടെ കുടിക്കണം. പിന്നെ അച്ചാറുണ്ടാക്കുമ്പോ പച്ചക്കുരുവോളം ഉണ്ടാക്കി വെച്ചാൽ മതി. എന്നാന്ന് വെച്ചാൽ കൂട്ടുന്നവരുടെ തലേന്ന് പേൻ പറന്നു പോകണം. ഇനി പോത്ത് ഒലർത്തിയത് അവനാണ് നമ്മുടെ കഥന. അതുണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും അതായത് നല്ല തേങ്ങാക്കൊത്ത് ഇങ്ങനെ വളഞ്ഞ് നല്ല അമ്പിളി മാമനെ പോലെ ഇരിക്കും. പിന്നെ അതിനകത്ത് ഇറച്ചിയിൽ നെയ്യ്. ഈ നെയ്ക്കഷ്ടം അങ്ങനെ ചക്കരപ്പാനി പോലെ ഓരോ കഷത്തിലും മെഴുകി ഇങ്ങനെ ഇരിക്കണം. മനസ്സിലായ? ആരോ ഒച്ചപ്പാട് കേൾക്കുന്നേ? കലോത്സവന്റെ ആണല്ലോ. ഇനി പോത്ത് കിട്ടിയല്ലേ? അതന്നെ വർത്തമാനം കുരിച്ച പറയുന്നേ. പോത്തിറച്ചിയില്ലാതെ അതിന് ഊടം തന്നെയാണോ പറയുന്നേ? ഈ ബോധമില്ലാത്തവനൊക്കെ അവൻ്റെ അമ്മയുടെ അടക്കിനും മണിയടക്കിണ്ട് എങ്ങോട്ടേ പോകുന്നു? മണ്ടൻ ഇത് എന്നെ കാണിക്കുന്നത്? ആ മണ്ടൻ അങ്ങോട്ട് പോവാ. ആരെങ്കിലും പിടിച്ച് മാറ്റി വെച്ചെടുക്കാൻ കുത്തും മേടിക്കും. கொஞ்ச நாச்சு காசு கொடுங்க என்னாச்சு வட்டி காசு என்ன அண்ணாச்சி போட்டு வாங்கி வட்டி கட்டி அதெல்லாம் சொல்லக்கூடாது அண்ணாச்சி கொஞ்ச நாச்சு கொடுங்க அண்ணாச்சி അങ്ങോട്ട് നോക്കി പോത്ത് ഒരു പോത്ത് அது இருக்கட்டும் அண்ணாச்சி റോട്ടിൽ നിന്ന് പിടിച്ച് മാറണം നീ.
ജില്ലാ കലക്ടർ മുൻപാകെ മേപ്പാറ വില്ലേജ് മേൽപ്പടിക്കരയിൽ കുന്നമ്പുറത്ത് അവധ മകൻ കാർഷിക വൃത്തി പോൾ സമർപ്പിക്കുന്ന സങ്കട ഹർജി. അതെ, അതിനകത്ത് പരാതനായ അവതേന്നങ്ങ് എഴുതിക്കും. മേൽപ്പടി സ്ഥലത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന കശാപ്പ് കടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മഹിഷം. മഹിഷോ? പോത്തിന് പറയുന്നതാ മഹിഷം എന്ന് അറിയത്തില്ലേ മാഷ? അതിന് പോത്തിന് പോത്തെന്നങ്ങ് എഴുതിയാ അങ്ങോട്ട് എഴുതേ. ആയതിനാൽ സമശമത്തെ ദയവുണ്ടായി മേൽപ്പടി കലക്ടർ മുമ്പാകെ തന്ന പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. വേഗം വിട്ടോ വിട്ടോ. ഞാനൊന്ന് വീട് വരെ പോയിച്ച് ആള് പിടിച്ച് ചിറങ്ങാണ്. പൂമാലക്കാരും വന്നു. അങ്കവാലും കൊണ്ട് ചീറി നടക്കുന്ന പൂവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പറ്റത്തില്ല. തല്ലുകൊടുക്കേണ്ട കേസാ. ഒന്ന് അടങ്ങ്. പണ്ടാരുടെ കുത്തിക്കൊന്ന വെട്ടിക്കൊന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താ ചെയ്യുന്നത്? സഖാവെ ഒന്ന് അടങ്ങ് സഖാവെ. ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ബഹളം ഉണ്ടാക്കേണ്ട സാഹചര്യം അല്ല നമുക്കിപ്പോൾ. എന്നാ പിന്നെ അമ്മാരെ പോലെ കതറിട്ട് കരിക്കോളെ കുറിച്ച് സാധ്യത. കാര്യം ഒന്ന്, പോത്തിനെ ആരും മനഃപൂർവ്വം അഴിച്ചുവിട്ടിട്ടുള്ളതല്ല. ആണോ? കാര്യം രണ്ട്, കാലം വരയ്ക്ക് നമുക്ക് അത്യാവശ്യ സമയങ്ങളിൽ വേണ്ട സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ. അത് ശരിയാ. ഞാൻ അരച്ചു മേടിക്കാൻ ചെന്ന വർക്കച്ചൻ എന്നെ നോക്കി നിർത്താറേ ഇല്ല. കാര്യം മൂന്ന്, നമുക്കെല്ലാവർക്കും കൂടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിടിക്കുന്ന ഞങ്ങൾക്ക് വെട്ടുപോത്തിനെ പേടിയില്ല. ആ കേട്ടിരുന്നു സാർ. അല്ല അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ സാർ? സാർ 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 ഓരോന്നെ രാവിലെ കുറ്റിയം പറിച്ച് ഇറങ്ങോളും അച്ഛനെ കെടുത്താനായിട്ട്. ആ ലെഫ്റ്റ് കിടും ഒരു വീട്ടിൽ സീറ്റ് വയ്ക്കും. പോത്തിനെ വെട്ടുവോ മറിക്കോ തിന്നുവോ എന്നാന്ന് വെച്ചാൽ കാണിക്കട്ടെ. ഇതെല്ലാം കൂടെ ബാക്കിയുള്ളവന്റെ നെഞ്ചത്തൊട്ടാണ്. എത്ര രൂപയുടെ സാധനമായി കിടക്കുന്നു. ചായ ഉണ്ടോ ചേട്ടാ? ചാരായ ഉണ്ട്, എടുക്കട്ടോ. എന്നാലും ഭയങ്കരമായി തലമുറയായിട്ട് നമുക്ക് ഇറച്ചി തന്നുകൊണ്ടിരുന്ന ആളല്ലോ വർക്കിച്ചാൽ. ഇങ്ങനെ ഒരു സംഭവം ഇത് ആദ്യമായിട്ടാ. ഒന്ന് പോടേർക്കാം. അതിനോട് ആർക്കാ തലമുറയും പാരമ്പര്യവും ഒക്കെ ഉള്ളത്? എല്ലാം അവന്റെ അപ്പനപ്പന്മാര് നാട്ടിൽ നിൽക്കാക്കളി ഇല്ലാതെ കുറ്റിയും പറിച്ച് പോന്നല്ലേ. ഒന്നീ കഞ്ഞിക്ക് വകയില്ലാതെ അല്ല എന്തേലും നന്ദയിലായി മാണിച്ചു. ഒന്ന് പോയേട്ടാ. വർക്കിയൊക്കെ പാലാ കൊടുവാനാലിന്ന പുരാതന തറവാട്ടുകാരാന്ന്. പിന്നെ പിന്നെ ഭാര്യയുടെ രണ്ടു കാലം തളർന്നു കിടക്കുന്ന അനിയത്തിക്ക് ഗർഭം ഉണ്ടാക്കിയേച്ച് രായ്ക്ക് രാമാനം മല കയറിയതാ ഇവന്റെ തന്ത കാലം മത്ത. എനിക്കറിയാൻ മേലായിരുന്നോ? തലമുറ ഇവിടെ വന്ന് നല്ല സ്ഥലമൊന്നും കിട്ടാഞ്ഞപ്പം പോത്തിനെ വിട്ടു തുടങ്ങി. പഴയ കാലമല്ലേ. ഇന്നത്തെ പോലെ എന്നും ഇറച്ചി തിന്നാൻ മനുഷ്യന്റെ കാശുണ്ടോ? മാസത്തിൽ ഒരെണ്ണം വെട്ടിയാലായി. ഡാ ബോണ്ട കയറ്റുന്നൊക്കെ കൊള്ളാം. കാശിങ്ങോട്ട് തന്നേച്ച് മതി കേട്ടോ ഉണ്ടാക്കുന്നേ. ഒരിക്കൽ ഈസ്റ്ററിന്റെ തലേന്ന് പോത്തൊരെണ്ണം കയറ് പൊട്ടിച്ച് വാഞ്ഞു. നാട്ടുകാര് രാത്രി തന്നെ പിടിച്ച് തല്ലിക്കൊന്ന് വീതം വെച്ചു. പക്ഷെ മാപ്പിള 2 ദിവസം കഴിഞ്ഞാ കണ്ടു കിട്ടി. ഈന്തുമൂട്ടുകാരുടെ പൊട്ടൊക്കെ ഇട്ട് ചത്ത് കിടക്കുമായിരുന്നു. പാവം പോത്തിന് പുറകെ ഓടിയതാ. ആ പോത്തിന്റെ പുറകെ ഓടി. വീടിപ്പറക്കൊള്ളൊന്നും കാര്യമില്ല. കൂട്ടത്തിനെ വിളിക്കണം. അതിന്റെ ഇരിപ്പ് ഉണ്ടതിന് അറിയാമല്ലേ. നടിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ശരിയാ.
എന്നാണ്ടാ 3 കൂടി ഒരു 1,300 ആണ് ഇവിടെ. പോത്തിന് നോക്കാതെ മൂക്കറ്റം കേട്ട് വേലി കാണാൻ പോയി ഇങ്ങനെ തന്നെ ഇരിക്കൂടാ. ഇപ്പൊ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? പിന്നെ എങ്ങനെയാണോ? ഹോസ്പിറ്റലിൽ ഒന്ന് പൊയ്ക്കോ, അതായിരിക്കും നല്ലത്. വേണമെങ്കിൽ നടുവിൽ ഒരു ബെൽറ്റ് കൂടി ഇട്ടോ. വർഗിച്ച ദേ പൂമാലക്കാരും മറ്റോമാരെന്ന് പറഞ്ഞ് പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുക. തീരുമാനം വല്ലതും ഉണ്ടെ പെട്ടെന്ന് ഉണ്ടാക്കണം. കുട്ടഞ്ഞ വരട്ടെ, വെടി പൊട്ടിക്കാം. ഇനിയിപ്പോ അവനെയും കൂടി ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കാത്തന്നെ കുഴപ്പമുള്ളൂ. അവന്റെ ഒരു വെടി വർക്കി എന്തായാലും കുട്ടച്ചൻ വരട്ടെ. അവൻ വന്നൊരു നീക്കൂ. ഇനി അവൻ വരുവോന്നാ ആ കൂട്ട് പണിയല്ല അവന് കൊടുത്തു വിട്ടേക്കുന്നത്. എന്നാ പണി? അവനില്ലാതെ പോത്തിന് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടാ. അവന്റെ ഒരു കൊണാരം ഒറ്റയ്ക്ക് പോത്തിന് വാല പിടിക്കാൻ കഴിയില്ലാത്തവനാ. നിന്റെ ഒറ്റാലൂത്തി പൊടിമീൻ പിടുത്തല്ലേ അത്? എടാ സണ്ണിച്ച നീ പോയി കുട്ടത്തിന് വിളിക്കാൻ ഏർപ്പാടുണ്ടാ. ഇതാര് കുട്ടച്ചനോ? എപ്പോ ഒന്ന് ചാടി? ഒരു പൂവനെ പിടിച്ച് കറി വെച്ചോരെ. വർഗിച്ചോ എന്നാ പറ്റിയതാ? കുട്ടച്ച ഓ വെറും കൂട്ടച്ചനല്ലേ, കഞ്ചാവ് കൂട്ടച്ചനാന്നേ. നീയൊക്കെ കൂടെ തല്ലി ഓടിച്ചു വിട്ട കഞ്ചാവ് കൂട്ടച്ചൻ. നിന്റെ കൂടെയൊക്കെ അങ്ങ് വളർന്നു പോലടാ കൊച്ചനെ. വിട് വർഗിച്ചേ. ഉണ്ടുകൂറാനും ഉണ്ടാക്കന്മാരെ പോലെ കൂട്ടുമായിട്ട് സാറ്റ് കളിക്കാനും അല്ല കുട്ടച്ചൻ വന്നേക്കുന്നേ. വാ അത് വന്നാലും നടക്കട്ടെ. പോന്നേ അവിടെ ഒന്നും വലിയ കാര്യമില്ല അച്ചോ. ഗവൺമെന്റ് കാശ് കൊടുത്താൽ നമുക്ക് ഹണ്ടിങ്ങിന് പെർമിഷൻ കിട്ടും. ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് ഞങ്ങൾ തോക്കുമായിട്ട് ഇറങ്ങും. മാനപ്പന്നിയൊക്കെ ഇഷ്ടം പോലെയാ. നീ വലിയ വെടിവെപ്പിടൊന്നും പോണ്ട. അവളിങ്ങി പറഞ്ഞു വിട്ട് കഴിഞ്ഞാലേ നീ പിന്നെ ഏലത്തിന് ഇതിലൂടെ ചാണകം ഇട്ടോണ്ട് നടക്കും. വൈകുന്നേരത്തേക്ക് അച്ചിങ്ങാത്തോരന് മോരുകറിയേ ഉള്ളൂ. ഇന്ന് ഇറച്ചി കിട്ടാനും പോകുന്നു. ആദ്യം നോക്കാം. ജെയിംസേ, ജോസനാടാ. നീ അറിഞ്ഞായിരുന്നോ? ഇവിടെ മുഴുവൻ നശിപ്പിച്ചിട്ടേക്കുക, പള്ളിപ്പുറം മുഴുവൻ നശിപ്പിച്ചിട്ടേക്കുവാടാ. പിന്നെ ഫ്രീസറിൽ വെച്ചതിന്റെ ബോഡിയൊന്നും വേണ്ട. ഫ്രഷ് ആണെങ്കിൽ ഒരു 3 കിലോ. പന്നി നാടനാണെങ്കിൽ 2 കിലോ. കുട്ടച്ചൻ വന്നോ? ഇനി കളി മാറും. വാ എന്നെ പേടിച്ചു പോയോ? ആയി इन्हें आगे उड़ा चटा वन्ना मारी का चटा थोड़ा साइड दे दो मारी चटा बाप रे ये तो भयंकर आदमी है मास्टर जी मिंडादिरड़ा ऊंचाली
പുറത്താർക്കും കൊടുക്കലല്ലേ, ഒറ്റത്തീറ്റല്ലേടാ. ചായ. അയ്യേ എന്നാടാ എന്നാടി ഇതിൽ കളിക്കാൻ? തന്നെ ഒഴിച്ചു കുടിച്ചൂടെ? കുട്ടച്ചോ, നാളെ നമുക്ക് ഏലപ്പാറ വരെ ഒന്ന് പോണം. എടാ തരാടാ പോയെ. 150 കിലോ വേണ്ട സാധനമൊക്കെയാ പറയുന്നത്. പോയി നോക്കാൻ വന്നേ. ഓ ഞാനല്ലോ വർക്കിച്ചോ, ഒരു ലൊടുക്കുവാണി വന്ന് പെട്ടിട്ടുണ്ട്. തടിപ്പണിയാ. നാളെ ഞാൻ പാട് കുറെ പെടും. നല്ല പോത്തോന്ന ചാല എതുക്ക് കള്ള ഞണ്ടേ അടിച്ച് കള്ള കണ്ണുള്ള വണ്ടേ. നിനക്ക് എല്ലാത്തിനും ഏർപ്പാടാ. പോയി പോത്തവിടെ നോക്കണം. അകത്തേക്ക് ഇതാണ് കളിപ്പുതോമയുടെ റബ്ബർ തോട്ടം. ഇതിനപ്പുറം പോകത്തില്ല, കുത്തിരക്കവാ. പിന്നെ കോട്ടായത്തോട് നിറച്ച് വെള്ളമാ. അവിടെ രണ്ടുപേര് നിൽക്കണം. ഇത് പാറമട. അതിന്റെ അപ്പുറം എന്നാ? കല്ലടാന്തിക്കാരുടെ പറമ്പ്. ഞാനവിടെ കാണും. ആ കല്ല് വെട്ടാൻ കുഴിയല്ലേ? ഇതെന്നാടാ കിളിമാസ കളിക്ക് വന്നു? നീ പോണാ പോയില്ല, നീ എന്നെ ചെത്തു. ആടാ കുട്ടച്ചേട്ടാ, കുട്ടച്ചേട്ടോ, ചേട്ടന് ചന്ദനം കടത്തിട്ട് പോലീസ് പിടിച്ചിട്ടുണ്ടോന്നേ? ഒറ്റയാടാ ആ പോയ കള്ളം പട്ടി. കുട്ടച്ച, ഇടയ്ക്കൊക്കെ പള്ളി പോണം. പിന്നെ എന്റെ മാമോദിസിക്കാൻ പള്ളിയിൽ പോയിട്ടുണ്ടോന്ന്. പള്ളി പോണതിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ കഴിച്ചു. അച്ചാറ് ഞാൻ എടുത്തോളാം.
കളിച്ച് കളിച്ച് ഇവരൊക്കെ പള്ളിയുടെ ചന്ദ്രമരത്തെ കയറിയാ കളി. അച്ഛൻ ട്യൂബിലോട്ട് വിളിച്ചു, ഞാൻ ചന്ദ്രസാറിനെ വിളിച്ചോ. ഇത് എന്നാ ചെയ്തേക്കുന്നേ? അല്ലേലും പള്ളിക്ക് എന്തിനാ ചന്ദ്രൻ, അമ്പലത്തിനാണേ പിന്നെയും കൊള്ളാം. നീ പടാ, അല്ലേലും നിന്നെ പോലുള്ള ചാണകപ്പുഴുവിനൊക്കെ എന്ത് ചന്ദനമരം. ചന്ദ്രൻ കിടത്താൻ ഈ നാട്ടിലൊരാളേ ഉള്ളൂ. എങ്ങോട്ടാ പോയേ? എന്നെ മൂഞ്ഞാണ് എന്റെ പേരെ നടക്കുന്ന എല്ലാരും കൈ കിട്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് മതി, എനിക്ക് അതാ ഇഷ്ടം. എന്നാടാ അവൻ ആവശ്യം പോയായിരുന്നു. നിനക്ക് ലോകത്തിലെ ഏറ്റവും രുചിയുള്ള ഇറച്ചി ഏതാണെന്നറിയോ? മനുഷ്യന്റെ ഇറച്ചി. പേടിച്ചു ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കാണിച്ച് രേഖപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ഈ സുപ്രീം കോടതി നിലവിൽ വരുന്നതിന് വെടി കോത്തിക്കൊണ്ടെന്ന് ഓർത്തെ വാലയിലടാ ഉണ്ട്. വെറുതെ പോയി കൂട്ടത്തിന് ഒരു ഉണ്ടല്ലടാ ഉള്ളത്. ഓടാരം പറയാ നടക്കടാ. ഞാൻ പറഞ്ഞില്ലേ കളക്ടർ സാർ വരെ നേരം വിളിക്കൊന്ന്. ഇവിടെ നിന്റെ കാര്യമൊന്നുമില്ല.
ഞാനിവിടെ ഇരുന്നോളാം. ഏതായാലും ഓർഡർ വാങ്ങിക്കാതെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയല്ല. എന്നാ ചേച്ചി കിടക്കാൻ പറ്റുമല്ലോ. ഇനി അവന്റെ മോനെ പിടിക്കണം. രക്ഷപടി പാടി ഇനി അവനെ കാട്ടി നോക്കിയാ മതി. ചലോ ചലോ. ഞാൻ പെടുത്തിയണ്ട. ഭാഗ്യം തുണച്ചു. ഭാഗ്യമല്ല, ആന്റണിയാ. ആന്റണിയാ തുണച്ചത്. മനസ്സിലായില്ല? ഒന്ന് പോയി കിടന്നോർന്നു മനുഷ്യ. എന്നാ ഒരു കാര്യം ചെയ്യും, നീ എന്നെ കൊണ്ട് ഉറക്കി കടിച്ച മൂക്കിൽ കുറെ പഞ്ഞും കുത്തി കയറ്റി വെക്കാം. പോകുന്നില്ലേലൊന്നും കുഴപ്പമില്ലെന്നേ. നമുക്ക് ആ ടൗണിലെ കടയിൽ നിന്ന് പകർച്ച മേടിക്കാം. 30 പേരുടെ കാര്യമല്ലേ ഉള്ളൂ. അത് കൊള്ളാം. കൊള്ളാവുന്ന സാധനമൊക്കെ ഇലയിൽ വിളമ്പി വെച്ച് അതിന്റെ ഒരറ്റത്തിച്ചിരി തീട്ടം വിളമ്പി വെച്ചാൽ നന്നായിരിക്കും. ഈ പുതുപാതിരക്ക് എവിടെ നിന്നാണോ കോഴി കൂന്നെ? അങ്ങനെയാണെങ്കിൽ ഇച്ചിരി നാടൻ കോഴി അങ്ങ് പുരട്ടിയാലോ? പോത്തിന് വേണം നാടൻ കോഴി പറ്റിയ ആൾക്കാർ തിന്നേ.
വല്ലാത്തൊരു നേരത്ത് ചേട്ടനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റിയല്ല നമ്പർ ചേട്ടൻ്റെ ഉള്ളതല്ലേ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ശരിയാക്കി തരാം. പോത്ത് മാത്രമല്ല ഒരു മൂരിയും വീണ്ടുണ്ട്. ഒരു മൂരിയും വീണ്ടുണ്ടെന്ന് വാട കേറണല്ലോ കോഴി ഞങ്ങളങ്ങ് കൊണ്ടുപോകുവാ. ഈ കോഴി അങ്ങ് എടപ്പള്ളി പള്ളിയിലേക്ക് നേർച്ചക്കുള്ളതാ. ഇതിന്റെ വീട്ടിലെ നേർച്ചക്കുള്ളതാ. ഓന്റെ ബനിയൻ ഉടുപ്പൊക്കെ അങ്ങ് ഊരിയേ തലയിലൊരു കോഴിപ്പൂവും വെച്ചു. ആരവിടെ ആരെന്ന് ചോദിച്ച അത് ശരി. കല്യാണത്തിന് ഇങ്ങനെയാണെങ്കിൽ നീ പാചകട്ടി കയറുമല്ലോടി. ഓടി വീട്ടില്ല. നിന്റെ അപ്പനോട് ഞാൻ പറയുന്നുണ്ട്. അവന്റെ ഒരു പട്ടി നക്കിയ മുടിയും എടുത്തോണ്ട് പോടാ. പിടി എടുത്തോണ്ട് പൊക്കോ. ഇവിടെ എന്നതാ നടക്കുന്നേ? ഇത് സാധാരണ കന്നാലേ ആവുമ്പോ കിണറ്റിലൊക്കെ വീഴും. തന്നെ വീഴത്തില്ലല്ലോ. മാറി ഇവിടെ പൂശിയെ കിട്ടും. ഒന്ന് കഴിവേറ്റി കൊള്ളം. പ്രാന്തം മണ്ണ് പറ്റി പോകും കേട്ടോ. നിനക്ക് ഇതിനകത്തിന് കേടാ. അതിന് വെടിവെച്ചൊന്നും കയറ്റിയാ പോരെ. വെളുപ്പാങ്കാലം ഒരു പട്ടീനെ പോലെ ഇതിന് പിന്നാലെ ഓടിയത് ഞാനാണ് ഇതിന് വീഴ്ചത്. ഇവിടെ എല്ലാവരും കണ്ടതാ. ഇനി ഇതിനെ കയറ്റി കൊണ്ടിട്ട് വെട്ടലും പിടിക്കലൊക്കെ. ഓ ആയിക്കോട്ടെ. എല്ലാമാരും പങ്കുവറ്റം വന്നായിരിക്കും അല്ലേ? കേട്ടാ മതി. എല്ലാമാരോടും മുളകും വലിയ മസാല ആയിട്ട് ഇറങ്ങിക്കോളും. കുമലക്കാർ പ്രഭാകര സാധനത്തിന് ഈ നാറി എന്നെ വീഴ്ത്തിയതാണോ? തനതാരേ താരേ താരേ തനതാരേ താരേ താരേ തനതാരേ താരേ താരേ പന്തിനാരേ. കൂടിയുള്ളൊരു കോഴിയെ കിട്ടിയ പപ്പും പൂടിയും പറിച്ച് കറി വെക്കാലോ. കൂടിയുള്ളൊരു കോഴിയെ കിട്ടിയ പപ്പും പൂടിയും പറിച്ച് കറി വെക്കാലോ. കൂടിയുള്ളൊരു കോഴിയെ കിട്ടിയ പപ്പുള്ളൊരു കോഴിയെ കിട്ടിയ കറി വെക്കാലോ. കോഴിയെ കിട്ടിയ പപ്പുള്ളൊരു കോഴിയെ കിട്ടിയ പൂമാല നാട്ടിൽ ഞങ്ങൾ പുകയില തിന്നും നേരം ഞങ്ങളുടെ നേരെ പൂമാല നാട്ടിൽ ഞങ്ങൾ പുകയില തിന്നും നേരം എന്നാലും ഞങ്ങൾ ഇപ്പം പാട്ട കുടിക്കും നേരം പുകയില കൂടെ ഞങ്ങൾ തിന്നാറില്ലല്ലോ. എന്നാലും ഞങ്ങൾ ഇപ്പം പാട്ട കുടിക്കും നേരം പുകയില കൂടെ ഞങ്ങൾ തിന്നാറില്ല.
അടിച്ചാലും അടിച്ചില്ല. എന്നാ തണുപ്പാണ് ഇത്, കാട്ടിൽ കയറുപോലാണ്. മുമ്പ് ഇവിടെ കാണാറുണ്ടാവേ. ഒന്ന് പോയേട്ടാ, ഇതെന്നെ കാടാന്നാണ് പറയണേ. നീയൊക്കെ എപ്പോഴാടാ ഉണ്ടായേ? നീയൊക്കെ എന്നും ഒന്നില്ല ഈ പാൻറ് ഷർട്ട് വിട്ട് നടക്കാൻ തുടങ്ങി. എല്ലപ്പനെ ഭരണങ്ങാനത്ത് നിന്ന് വണ്ടിങ്ങോട്ട് കയറുമ്പം പേട്ട വരെ കാളവണ്ടി എത്തത്തുള്ളായിരുന്നു, അറിയാവോ? അവിടുന്ന് മണ്ടക്കം നടന്നിട്ടേ പിടിപ്പിച്ചേച്ച് ബാക്കി പറ. അവിടുന്ന് മണ്ടക്കം ഇവിടെ എത്തിപ്പെട്ടപ്പോഴോ നേരെ ആനയും മുള്ളം പന്നി കരടിയെ പേടിച്ചിട്ടാണേലും ഉണ്ടല്ലോ പുറത്തിറങ്ങാൻ മേല. അപ്പനാദ്യം തന്നെ ഒരു മുട്ടൻ കുരിശുണ്ടാക്കി മലയുടെ മേലിലങ്ങ് നാട്ടി. എന്നിട്ട് സകല ആണിനെയും പെണ്ണിനെയും വിളിച്ചിറക്കിയിട്ട് കൊത്തും കിളയും നടിയിലും. ഇപ്പോഴും നമ്മളിവിടെയൊക്കെ ആണേലും ഇത് മുഴുവൻ മൃഗങ്ങളുടെ സ്ഥലമാടാ. അത് നോക്കടാവേ. ലവന്മാരെ രണ്ടു കാലയിലും ഓടുന്നുണ്ടേലും മൃഗം. ആ എന്താ കഥ അടച്ചു വിട്ടിട്ട് സാധനത്തിന് എഴുതിയിട്ടുണ്ട്. ആന്റണി, ഭാര്യന്റെ ഭാഗം 2 പങ്കെടുത്തേരെ. നാളെ കപ്പയിട്ട് വേവിക്കാം. ആ
പോത്തിനെ നാട്ടുകാർ വലിച്ചു കയറ്റുന്നു. എന്ന് കയ്യേലോ കാലിലോ കരയിലോ ഒക്കെ പിടി. അവിടെ ഒരു നാറി കയറ്റുന്നുണ്ടല്ലോ, അവൻ പിടിച്ചോളും കയ്യേലോ കാലിലോ. അവനെ കിട്ടുവാന്നേ വിടണ്ട കേട്ടോ. പോത്തിന്റെ പക്കാമാരിക്ക് ഇട്ട് വെച്ചോണം പേടി. മനസ്സിലായി. കൊന്നു കളഞ്ഞല്ലേടാ, എന്റെ അമ്മയുടെ കൂടെ അവന്റെ ഉള്ളായിരുന്നു. ഒറ്റ വഴിക്ക് തീരണ്ട കേസാ നീ ഒറ്റ നീ പോടാ, പോത്തോടെ തൃപ്തിയാടാ. നാളെ നേരം വെളുപ്പിക്കുകയവൻ. നാട്ടുകാർക്കാർക്കും തിന്നാനും കിട്ടത്തില്ല. പൊട്ടിയരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും. പാടാ പിള്ളേരെ. ഈ പോത്തിന് ആരെങ്കിലും തല്ലി കൊന്നാ മതിയായിരുന്നു. ഇതിനെയൊക്കെ പിടിച്ചു കെട്ടാനും വലിയ ആട്ടുമാ വല്ലതാണോ? ഇടഞ്ഞു വരുന്ന പോത്ത കാണുമ്പോൾ അങ്ങ് തല്ലി കൊന്നു കിടന്നേക്കണം. അല്ല ഇവിടുത്തെ മണുകുണാഞ്ഞമാരെ വായി വെറുതെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. വെളുക്കുന്നതിന് മുമ്പ് സാധനത്തിന്റെ തോല് പൊളിച്ച് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. പൂമാല ഇറങ്ങി ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോത്തിന് ഞങ്ങൾ പിടിക്കും. പിടിക്കുകയും ചെയ്യും,
പങ്കുണ്ട് പോവുകയും ചെയ്യും. ഒരളയിലിട്ട് വരട്ടും ഞങ്ങള്. എന്നിട്ട് കപ്പയിട്ട് അങ്ങ് ഒലത്തും. ഈ പോത്തിനെ വളർത്താൻ പറ്റണ തീരെ നീയൊക്കെ വെള്ളം ഒഴിച്ചാൽ കരുതരേ കേട്ടോ. നീയൊക്കെ ചാണകം ഇടും. കൈ കാര്യം കൊടുത്ത് വീട്ടിൽ പോത്തില്ല. തിരിച്ചു മാറ്റോ അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ ചാവും. അങ്ങോട്ട് ചുമ്മാ ഈ തോക്കില്ല ആദ്യം തൂക്കിട്ടോണ്ട് നടന്നാ പോരാ. കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം. നീയാണോ ഇവിടെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുന്നത്? ഇറങ്ങാൻ അങ്ങോട്ട്. കാര്യം പറയുമ്പോ വെക്കിട്ട് കയറില്ല. പഴയപോലെ ഇവിടെ ഗുണ്ടായിസം നടക്കല്ലോ കേട്ടോ. ഉള്ള കാര്യം നിയമം പഠിപ്പിക്കുന്നത് ഇവിടെ എങ്ങനെ കാര്യം നടത്താൻ നേരം വിളക്കുമ്പോ സാറ് വള്ളിക്കെട്ടായിട്ടെങ്കിൽ പോലും ശവം മാറി എടുത്തോണ്ടെങ്കിൽ പോകാം. ശവങ്ങളെ മാറണല്ലോ ഞാൻ തീരുമാനിക്കും. മാറാം. 5-8 പേര് ആശുപത്രിയിൽ കിടക്കുക. ഞങ്ങളുടെ ആളാൾ മരിച്ചു കിടക്കുക. എന്നിട്ട് സാർ എന്താ ചെയ്യുമെന്നാ പറയുന്നത്? തീരുമാനം ഉണ്ടാക്കി ഇവിടുന്ന് പോയാൽ മതി. നിങ്ങൾ ഇതുകൊണ്ട് എങ്ങോട്ടാ മനുഷ്യ? ഇവിടെ എങ്ങാനും കയറിയിരിക്കും. ചേട്ടോ നാട്ടില് വന്നി മൂത്ത് പറഞ്ഞു. അതിപ്പോ ഞാനുണ്ടായി. നോക്കണ്ട. കുറച്ച് സീറ്റ് എടുത്തോ. സാധനം എടുത്തോ. എന്റെ സ്റ്റേഷനിലെ കേസ് ആയിരുന്ന ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ സാധനം എടുത്തോ. കുറച്ചുപേരെ ഏലത്തോട്ടത്തിലോട്ട് പോവോ. നിങ്ങൾ തൂക്കുപാലത്തിലോട്ട് ചെല്ലേ. നേരം വിളിക്കാറായി. നിങ്ങളിത് തിരിഞ്ഞളിച്ച് അവനവന്റെ പാട്ടിന് പോവേ. ഒരടി കൂടി പൊക്കത്തി കെട്ടണോ? അവനിത് കടന്നു പോകരുത്. ആ പകുതി കെട്ടിക്കോ. ഒരു പൂളെ ചെരിച്ചു വെച്ച് പൂളാ. നീ ചെലുക്കാൻ അങ്ങോട്ട് മാറിക്കടാ.
ചുമ്മാ ഇരിയടാ വാ. എല്ല് ചുരണ്ടി എന്റെ 6ാം വാരിക്ക് കേറ്റിയാലേ നീ
നീ വിചാരിച്ച ഞാൻ വന്ന് പോത്തനെ ഉണ്ടാക്കാനാണെന്ന്? ഞാൻ വന്ന നിന്നെ പൂട്ടാനാണ്. നോക്കിക്കട കാലത്തട്ട് പോയിക്കട കാലത്തട്ട് കുട്ടച്ചനാണല്ലോ. അയ്യോ ഇത് പോത്തിന്റെ കുത്തല്ലോ. നീ എന്നെ പറ്റിയെന്ന് പറ. എന്നെ പറ്റിയ കുത്തിയതാ കുട്ടിച്ച പന്തങ്ങളെ വളർത്തി ചുറ്റി
Yo